ഹലോ ദിവ്യ, ഞാൻ വിവേകാനന്ദൻ. ഹായ് സർ. ദിവ്യയുടെ ഫാദറിന്റെ പേപ്പേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓ താങ്ക് യു സർ. എന്റെ പ്രത്യേക ഇൻട്രസ്റ്റിലാന്നേ പേപ്പേഴ്സ് എല്ലാം എത്ര പേര് ശരിയായത് അറിയാലോ? അറിയാം, വളരെ ഉപകാരം സർ. ഞാനിപ്പോ പാർലറിലാണ്, കുറച്ച് ലേറ്റ് ആവും. നാളെ വന്ന് വാങ്ങിക്കാം. അത് ബൈപ്പാസിലല്ലേ പാർലർ? ഞാൻ എന്തായാലും ആ വഴിക്ക് വരുന്നുണ്ട്. പേപ്പേഴ്സ് എൻ്റെ ഉണ്ടാവും, നമുക്ക് അവിടെ വെച്ച് കാണാം. അതല്ലേ സൗകര്യം? അയ്യോ സാറിന് ബുദ്ധിമുട്ടാവില്ലേ? എന്നാ ബുദ്ധിമുട്ട്? നമുക്ക് കുറച്ച് സംസാരിക്കുകയും ചെയ്യാലോ. ലൊക്കേഷൻ അയച്ചാൽ മതി. ഓക്കെ സർ. ഈ ദിവ്യ ബ്യൂട്ടീഷ്യൻ? ഓ ദിവ്യ മുരളീധരൻ, ഇരിക്കൂ, വിളിക്കൂ. Today you look more pretty. സർ പേപ്പർ. ഓ ഞാൻ മറന്നു. താങ്ക് യു സർ. നമുക്ക് പുറത്തിറങ്ങി ഒരു കോഫി കഴിച്ചാലോ? അയ്യോ സർ, കസ്റ്റമർ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. വെറും ഒഫീഷ്യൽ പരിചയം മാത്രമാക്കണ്ട. ഷുവർ സർ. എന്നാ ഞാൻ ചെല്ലട്ടെ? ശരി. കൊള്ളാം, ബ്യൂട്ടീഷ്യൻ അല്ലേ? പുതിയ ലേഹ്യം വേണ്ടി വരും. എത്ര പറഞ്ഞാൽ നിനക്കെന്താ മനസ്സിലാവാത്ത ഏതു? പോയി നോക്ക്. റെഡി സർ. എത്ര പറഞ്ഞാൽ നിനക്കെന്താ മനസ്സിലാവാത്ത ഏതു? ഇനി ഇത് മുന്നോട്ട് പോവില്ല. ഐ ആം ഫെഡ് അപ്പ് വിത്ത് യു. റെഡി അല്ലേ? റെഡി സർ. ടേക്ക് എടുക്കാം. ഓ, എന്താ പേടിപ്പിക്കാ നീ? അത് വേണ്ട. കൂടി പോയാ നീ ആ വീടി അത്രയല്ലേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞ് കട്ട്. എന്താ ഹരീഷ ഇത്? അവർക്ക് ക്യാരക്ടർ ശരിക്കും പറഞ്ഞു കൊടുത്തില്ലേ? പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സാർ. എന്നിട്ട് ഇതാണോ ആ സീന്റെ മൂഡ്? ഇതാണോ മോഡുലേഷൻ? ഇപ്പൊ തന്നെ എത്ര ടേക്കായി? ഹലോ, ആദ്യമായിട്ടാണോ ഡബ് ചെയ്യുന്നത്? അല്ല സർ, ചെറിയ ചെറിയ വോയിസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ, ഇത് ഹീറോയിനാ. നിങ്ങളുടെ വോയിസ് ഒന്ന് ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഹരീഷേ, സാർ ഇത് ശരിയാവൂല. ആ തന്നെ വിളി. അല്ല സർ, ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാം. വേണ്ട വേണ്ട, ടൈം വേസ്റ്റ് ആണ്. ഹരീഷേ, വേറെ വല്ല ചെറിയ വോയിസ് ഉണ്ടെങ്കിൽ അപ്പം നോക്കാം. ശരി സാർ. അവരോട് പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. ഐഷു, നീ എവിടെയുണ്ട്? ഞാൻ മിഥുന്റെ സ്റ്റുഡിയോയിലുണ്ട്. എന്താടി? ഞാൻ അതിൽ വരട്ടെ? എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. എന്താ നിന്റെ ശബ്ദം വല്ലാതെ? ആകെ അപ്സെറ്റാ. പറയാം. നീ ഫ്രീ ആണോ? ഇവിടെ തിരക്കാ. എന്നാലും നീ വാ, നമുക്ക് അപ്പുറത്തെ കോഫി ഷോപ്പിൽ ഇരിക്കാം. എങ്ങനെയാ പിടിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാരും കേൾക്കെ മൈക്കിൽ കൂടെ അയാൾ ഇൻസൾട്ട് ചെയ്തത്. പോട്ടടാ, വിട്ടുകളാ. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ഐഷു. ഈ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ മിസ് കൊച്ചിൻ, മിസ് കേരളയ്ക്ക് ബെസ്റ്റ് ഫോട്ടോജനിക് ഫേസ്, എല്ലാവരും കൂടെ ഇപ്പോൾ സിനിമയിൽ ഹീറോയിൻ ആവുമെന്ന് പറഞ്ഞ് പിരികേറ്റി. എത്ര ഓഡീഷന് പോയി, എത്ര പ്രൊഡക്ഷൻ കമ്പനിയിൽ കയറി ഇറങ്ങി. എത്ര നാളായി ശ്രമിക്കുന്നു. നടക്കൂലെന്ന് തോന്നിയപ്പോൾ നിവർത്തികേടുകൊണ്ടാ ഈ ചെറിയ റോളെന്നും പറഞ്ഞ് പോകുന്നത്. 500 1000 എന്ത് കിട്ടിയാലും എനിക്കിപ്പോൾ അത് വലിയ എമൗണ്ടാണ്. മമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാമല്ലോ. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ആരോടും പറയാറില്ല. നിന്നോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഐഷു. പപ്പ ഉണ്ടാക്കി വെച്ച കടങ്ങൾ, മമ്മയുടെ ചികിത്സ. ഇപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം വിവേക. ഏത് വിവേക്? അങ്ങനെ ഒരാളുണ്ട് എൻ്റെ ജീവിതത്തിൽ.